ഞാനിപ്പോൾ നിൽക്കുന്നത് തെക്കൻ കുരിശുമല കയറാനാണ് കേട്ടോ. ഈ ആർച്ച് കാണുന്ന ഇതുവഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. ഞാനിപ്പോൾ തെക്കൻ കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറി കുറച്ചങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോൾ ഒരു പാറ കൊണ്ട് അടുക്കിയ റോട്ടയാണ് വരുന്നത്. കുറച്ച് ദൂരം വരെ ഉള്ളു. നമുക്ക് കുറച്ച് മുകളിൽ വരുമ്പോൾ നമുക്ക് വിശ്രമിക്കാനും മറ്റേ ടോയ്ലറ്റ് ആവശ്യത്തിനുള്ള സ്ഥലങ്ങളുണ്ട്. അതാ ഇവിടെയാണ് കേട്ടോ. അതാ ലേഡീസിനും ബോയ്സിനും പ്രത്യേകിച്ചുണ്ട്. ലേഡീസിനും ജെൻസിനും പ്രത്യേക ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ ഇരുന്ന് നമുക്ക് വിശ്രമിച്ചിട്ടൊക്കെ മല കയറിയാൽ മതി. ശരിക്കും നമ്മൾ മല കയറുന്നത് ഇവിടെ നിന്നാണ്. ഇതുവരെ വാഹനങ്ങൾ വരും. താഴ്ന്ന് കയറുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇത്തിരി കഠിനമായ ഒരു പാതയാണ്. എന്തായാലും കുരിശുമല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മാത്രമല്ല തെക്കൻ കുരിശുമല തീർത്ഥാടനം കഴിഞ്ഞത് കൊണ്ട് ആളില്ല. പക്ഷേ ഇഷ്ടംപോലെ കുപ്പിയിലെ വേസ്റ്റുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ആ തീർത്ഥാടനം കഴിഞ്ഞത് കൊണ്ടായിരിക്കാം. ആദ്യമായിട്ട് ആയതുകൊണ്ട് ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ സുന്ദരമായ വ്യൂ ആണ്. ഞാൻ ഏകദേശം കുരിശുമലയുടെ മുകളിൽ എത്തിയെന്ന് തോന്നുന്നു. ഏകദേശം. കാരണം ഇവിടെയൊക്കെ ഒരുപാട് കുരിശുകളും മെഴുകുതിരി കത്തിച്ച പാടുകളും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാഴ്ച നിങ്ങളെ കാണിക്കണമെന്ന് തോന്നുന്നു. ആദ്യം കുരിശിലേക്ക് തന്നെ. ഇവിടെ ഒരു കുരിശും ഒരു ഫ്ലക്സും വെച്ചിട്ടുണ്ട്. കുരിശിത് ഫ്ലക്സ്. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. അതുപോലെ ആ കാണുന്ന തമിഴ്നാടിൻ്റെ ഒരു ഡാമാണ്. ഡാമാണോ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ആണെന്ന് അറിയില്ല. കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇനി മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. ഇവിടെയൊക്കെ ശരിക്കും വാട്ടർ ടാങ്കുകളും മറ്റ് കടകളൊക്കെ കിട്ടിയിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. അവർ പൊളിച്ചുകൊണ്ട് പോയതിൻ്റെ. തെക്കൻ കുരിശുമല തീർത്ഥാടനം സമാപിച്ച് അതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിയത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ കുറേ ചെടികളാണ്. അരിപ്പൂ. ആ കാണുന്നത് വെല്ലൂന്ന് മലയാണ്. അതിനടുത്തടുത്തായിട്ടാണ് വെല്ലൂന്നി മല, കൂനിച്ചി മല, കൊണ്ടകട്ടി മല. ഇതൊക്കെ അടുത്തടുത്തായിട്ട് വരുന്നതാണ്. ഇനിയും കുറച്ചുകൂടെ പോകണം തോന്നുന്നു. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളി തന്നെ. ഇവിടെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും തീർത്ഥാടനത്തിന് വരുന്നതാണ് ഈ തെക്കൻ കുരിശുമലയിൽ. ഇവിടുത്തെ വ്യൂവും അടിപൊളിയാണ്. കണ്ടില്ലേ? ബാക്കി മുകളിൽ ചെന്നിട്ട് ഞാൻ കാണിക്കാം. മുകളിലോട്ട് കയറുന്ന വഴിക്ക് ഒരു ഗുഹയിലേക്കുള്ള വഴിയെന്നൊരു ബോർഡ് കണ്ടു. അത് തമിഴിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോൾ ഒരു ക്ഷേത്രം കാണാനുണ്ടായി. അത് ക്ഷേത്രത്തിലേക്കുള്ള വഴി തന്നെ ഒരു മനോഹരമായി. കുറേ കാറ്റാടി മരങ്ങളും കാറ്റും ഒക്കെ ആയിട്ട് ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കാതിരിക്കാൻ കയറെട്ടി തിരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടെ കണ്ട് നിറയെ കാറ്റാടി മരങ്ങൾ. ഇവിടെ ഇതല്ല അട്രാക്ഷൻ വരുന്നത്. ഇവിടുത്തെ അട്രാക്ഷൻ മറ്റൊരിതാണ്. ഞാൻ യാദൃച്ഛികമായിട്ട് നടന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് മറ്റൊരു വ്യൂ പോയിന്റ് കണ്ടത്. വ്യൂ എന്ന് പറഞ്ഞാൽ വ്യൂ തന്നെയാണ്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. എന്താണ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എവിടെയും കയറി പോവാം. അപകടം ഉണ്ടാകാതെ നോക്കുക, അത്ര തന്നെ. നല്ല ആഴമാണ് കേട്ടോ ഞാൻ നിൽക്കുന്ന ഭാഗം, മറുവശം. അതുപോലെ തമിഴ്നാട്ടിൽ ഏതോ ഒരു ഡാമാണ്. ഇവിടെ അതിൻ്റെ അപ്പുറം മറുവശം. ഇതൊക്കെ തമിഴ്നാട് ഭാഗത്തുള്ള അല്ല ഡാം സൈറ്റാണ്. എങ്ങനെയുണ്ട് കാഴ്ച? ആ കാണുന്ന മലയൊന്നും ഏതാണെന്നറിയില്ല. അതിഭയങ്കരമായ ആഴമാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. എന്നാലും കാണിച്ചു തരാം. കണ്ടില്ലേ? ഒരു വഴി മാറി ഒരു വ്യത്യസ്തമായിട്ട് കിടക്കുന്ന കണ്ട് ആ വഴിയെ പോയതാണ്. അങ്ങനെയാണ് ഒരു നേരത്തെ
കാണിച്ചു തന്ന ഒരു വ്യൂ പോയിന്റ് കാണിച്ചു തന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലേ. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു പുക അന്തരീക്ഷം വരുന്നത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ വീട്ടിൻ്റെയോ കടയിലോ മറ്റോ ആയിരിക്കും. അങ്ങനെ അത് തിരക്കി പോയപ്പോൾ ഒരു ചെറിയൊരു കട. ആ ചേച്ചി എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വഴി മാറി സഞ്ചരിച്ചെങ്കിൽ ശരി, ഞാൻ മറ്റൊരു കാഴ്ച അവിടെ കണ്ടു. അടുത്ത ആഴ്ച വരാൻ ഇരിക്കുകയായിരുന്നു. ഈ സ്ഥലമാണ്, ഇതാണ് 10 കാണി. ഈ 10 കാണിയിലാണ് കാളിമല. ഇതാണ് കാളിമല. ക്ഷേത്രഭൂമി ആയതുകൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ. ഇവിടുത്തെ വ്യൂവും കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാണിച്ചു തന്ന വീഡിയോയിൽ പകർത്തിയ ഒരു ഡാം സൈറ്റ് തന്നെയാണ് ഇവിടത്തെയും കാഴ്ച. 2025 മെയ് 12 ഇവിടുത്തെ പ്രശസ്തമായ ഉത്സവം നടക്കുന്നത്. പൊങ്കാല ഉത്സവമാണ്. അതാണ് ഞാൻ കണ്ട വ്യൂ. വഴി മാറി വന്നപ്പോൾ കണ്ട വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ആ ചേച്ചി പറയുന്ന വിവരം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് വില്ലുവന്നി മലയും കൊണ്ടകെട്ടി കുനിച്ചി മലയൊക്കെ വരുന്നത്. ഈ 4 മല വരുന്ന ഭാഗത്താണ്. അടിപൊളിയല്ലേ? ഇവിടെ ഒരു കുറച്ച് നാഗപ്രതിഷ്ഠകളും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാം. അടുത്തൊന്നും കാണിക്കുന്നില്ല. നാഗപ്രതിഷ്ഠയില്ല, അത് പേച്ചിപ്പാറ ഡാമാണ് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് 3 ഡാം കാണാം. ഒന്ന് ചിറ്റാ ഡാം, 2 തമിഴ്നാട്ടിലെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പേച്ചിപ്പാറ ഡാം, അതും തമിഴ്നാട്ടിലാണ്. പിന്നെ ആ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ്. അങ്ങനെ 4 ഡാം കാണാം. അതാണ് കേട്ടോ ശരിക്കും അതിനെ തെറ്റിച്ചൊരു വഴി. ഗുഹയിലേക്കുള്ള വഴിയെന്ന് കണ്ട് വന്നതാണ്. കുരിശുമല കയറിയപ്പോൾ ഒരു ചെറിയൊരു വഴി കണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോഴാണ് ഗുഹയിലേക്കുള്ള വഴി. എന്നാൽ പിന്നെ ഗുഹയൊന്നും കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഗുഹയൊന്നും കണ്ടില്ല. അപ്പോഴാ ചേച്ചി പറഞ്ഞ കണക്ക് ഇവിടെയാണ് ആദിവാസികൾ പൂജ നടത്തുന്ന ക്ഷേത്രമാണ്, ഒരു സ്ഥലമാണ്. കാളിമല അല്ല, തന്ത്രികൾ പൂജ നടത്തുന്ന ക്ഷേത്രം, തിരുമേനിമാർ പൂജ നടത്തുന്ന ക്ഷേത്രം. 2 ഒരു ദിവസം തന്നെയാണ്. ഇതുവരെ പൊങ്കാല കാണും അടുത്ത ആഴ്ച. അങ്ങനെ ഞാൻ കുരിശുമല കയറി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതാണ് ടോപ്പ്. ഇവിടെ നിന്നാൽ ഒരു കുറച്ച് കാഴ്ച കാണിച്ചില്ല. ശരിക്കും ഞാൻ ഓടുകയാണ്. ഇവിടെ വിശ്വാസികൾ 15 കുരിശുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ കാര്യത്തിലും ഓരോ കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട്. അതെനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ആ ചേച്ചി കടയിൽ ചേച്ചിയാണ് പറഞ്ഞത് 15 കുരിശുണ്ടെന്ന്. 15 ആണോ 14 ആണെന്ന് അറിയിപ്പം മറന്നുപോയി. 15 തന്നെ. 15ാമത്തെ കുരിശാണിത്. ഈ മലമുകളിലാണ് ഒരു കുരിശുള്ളത്. ഇതാണ് കേട്ടോ കുരിശ്. ഇവിടെ മഴ നനയാതെ നിൽക്കാനാ ഒരു ഷെഡും ഒക്കെ ഉണ്ട്. CC ക്യാമറയുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അതാണ് കേട്ടോ കൊണ്ടകെട്ടി കുനിച്ച് വെല്ലുകുന്ന് മല. ഈ 3 മലകളാണ്. ഇതൊന്ന് കുരിശുമല, 4 മല. ഭയങ്കര കാറ്റുണ്ട്, എന്നെ എടുത്തെറിയുന്നു. ഇവിടെ കുറച്ച് പാറകളും പാറക്കൂട്ടങ്ങളും ചെമ്പരത്തി ആയിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇരുന്ന് ഒന്ന് പോയി നോക്കട്ടെ ഇവിടുത്തെ കാഴ്ചയൊക്കെ എന്താണെന്ന്. ക്യാമറ മാത്രം തട്ടി കാണിച്ചില്ല. ഇത്രയും ആഴമുണ്ട്. അത്രയും ആഴത്തിന് മുകളിലാണ് ഞാൻ. കൊള്ളാല്ലേ? ശരിക്കും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ.
ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു. എനിക്കൊരു ക്ഷീണം തോന്നുന്നില്ല കേട്ടോ. ക്ഷീണമുണ്ട് ശരീരത്തിന്, മനസ്സിന് ഒരു ക്ഷീണമൊന്നും ഇല്ല. എന്നെങ്കിലും ഒരിക്കൽ ആ കൊണ്ടകട്ടി മലയോ കുനിച്ച മലയോ വലിയൊന്ന് മലയോ ഞാൻ കയറിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ എന്തായാലും കയറിയിരിക്കും. ഞാൻ ഒന്നുകൂടി കാണിക്കാം കുരിശ്. തീർത്ഥാടനം കഴിഞ്ഞുകൊണ്ട് മാതകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി തുടങ്ങി. ബ്ലൂ വാലി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.